ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ DGPയുടെ ഓഫീസിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നിരവധി പരാതികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. എന്നിട്ട് പോലും ഏതാണ്ട് 48 മണിക്കൂർ കഴിയേണ്ടി വന്നു കേരള പോലീസിന് അവരുടെ പേരിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടി. ആ സമയം അവർ നന്നായി ഉപയോഗിച്ചു. ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയാലും നമ്മൾ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറം ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു വിലങ്ങ് വീഴുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയും എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട്. ഇതുപോലുള്ള അവളുമാർ ഇതുപോലത്തെ തെണ്ടിത്തനം പരിപാടികളുമായിട്ട് ഇനിയും ഇറങ്ങി തിരിച്ചാൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന മോശം പ്രവൃത്തികൾ തെളിയിക്കപ്പെടാൻ പറ്റാതെ വരും. അന്നും ഈ സമൂഹം പറയും ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്, റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്നും. അതുകൊണ്ട് ഇതിനൊരു അവസാനം വന്നേ പറ്റൂ. ഇവളെ പൂട്ടുന്നത് വരെ ഈ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവുക. അത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇന്ന് കുറേ വീഡിയോകൾ കണ്ടു. നമ്മളെ കേരളത്തിന് അപ്പുറത്തുള്ള തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ഒരുപാട് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഒരുപാട് ആൾക്കാരാണ് ഈ വാർത്തക്കെതിരെ പ്രതിഷേധവുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവം ഇത് നിസ്സാരമല്ല. ഇതെല്ലാം ഒരു കാര്യ ഗൗരവത്തോടെ കാണുക. ഓക്കെ.